നമസ്കാരം, സലീൽ ബിൻ ഖാസിമാണ്. മലയാളികൾ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിച്ച ആ ഒരു ചോദ്യം സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി തുറന്ന് ചോദിച്ചിരിക്കുകയാണ് ഒരു വൈദികൻ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ പറയാം. വോട്ട് ചോദിച്ചെത്തിയ സുരേഷ് ഗോപിയോട് മണിപ്പൂർ വിഷയം തിരിച്ചു ചോദിച്ച വൈദികന് മുന്നിൽ കിടന്ന് മെഴുകുന്ന സുരേഷ് ഗോപി നാണം കെട്ട് ആ വൈദികന് മുന്നിൽ നിന്ന് ഉരുകി ഒലിക്കുകയാണ്. വൈദികൻ മണിപ്പൂർ വിഷയം ചോദിച്ച ഉടനെ തന്നെ ഗോപിയുടെ കൂടെയുള്ള ആളുകളൊക്കെ ആവിയായി പോയി. അത് മറ്റൊരു കാര്യം. എന്തായാലും ഇതുവരെ ആരും ചോദിക്കാൻ, ഒരു മൈത്താന്മാരും ഒരു പള്ളിയിലച്ചന്മാരും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ചോദ്യം, അതും പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ചോദിക്കാൻ ആ ഒരു ധൈര്യം കാണിച്ചിട്ടുള്ള വൈദികൻ ലിജോ ചാലിശ്ശേരി എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൃശ്ശൂർ ഇടവകയിലെ വൈദികനാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ, അദ്ദേഹത്തെ എന്ത് പറയണമെന്ന് അറിയില്ല, അത്രത്തോളം എന്താ പറയാ ആ ഒരു ചങ്കൂറ്റം, ആ ഒരു എന്താ പറയാ, അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം മറ്റുള്ളവരൊക്കെ ഈ സുരേഷ് ഗോപിയെ കാണുമ്പോഴേക്ക്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ കാണുമ്പോഴേക്ക് ഈ പറയുന്ന കവാത്ത് മറന്ന് കാലിൽ വീഴുന്ന, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴേക്ക് അതൊക്കെ സ്വീകരിച്ച് ചിരിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മുന്നിൽ വ്യത്യസ്തനായി നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, മണിപ്പൂരിൽ ഇപ്പോഴും വിഷയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സുരേഷ് ഗോപിയുടെ ഇപ്പോഴും അവിടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാർ അവിടെ ഉണ്ട്, അവർ പറയുന്നുണ്ട് ഇപ്പോഴും അവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നരേന്ദ്രമോദി കേരളത്തിൽ അടക്കം വന്നു, ഇന്നലെയും വന്നു, 2-3 പ്രാവശ്യമായിട്ട് വന്നു പോകുന്നു. അങ്ങനെയുള്ള നരേന്ദ്രമോദി അവിടേക്ക് പോകുന്നത് പോയിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതെ മൗനമായിട്ട് നിൽക്കുന്ന കാര്യം ചോദിച്ച സമയത്താണ് സുരേഷ് ഗോപി കടന്ന് മെഴുകുന്നത്. മാത്രവുമല്ല, മണിപ്പൂർ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് വിവാദപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. ഈ പറയുന്ന അക്രമം അത് നിർത്തിവെക്കണമെന്നോ അത് അവിടെ പാടില്ലാത്തതാണെന്നോ പറയാത്ത സുരേഷ് ഗോപിയാണ് ഈ പറയുന്ന വോട്ട് തെണ്ടിയിട്ട് ഈ പള്ളിമേടകൾ തോറും തെണ്ടി നടക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സകല സ്ഥലത്തു നിന്നും പുറങ്കാല് കൊണ്ട് തൊഴിച്ച് മാറ്റുകയാണ് സുരേഷ് ഗോപിയെ. കാരണം തൃശ്ശൂർ ലൂർദ് മാതാവിന് കിരീടം കൊണ്ടുപോയി കൊടുത്ത സമയത്ത് മാതാവടക്കം ആ കിരീടം തിരസ്കരിക്കുന്ന ഒരവസ്ഥ. ആ കിരീടം തിരസ്കരിച്ചത് പോട്ടെ, സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് മാതാവിനെ പോലും പറ്റിക്കാൻ ശ്രമിച്ച, വിശ്വാസികളെ പറ്റിക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപി ഇപ്പൊ കഴിഞ്ഞ ദിവസം കലാമണ്ഡലം ഗോപി ആശാനെ പോലെ വലിയൊരു കലാകാരൻ, അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുന്ന ഒരവസ്ഥ. സുരേഷ് ഗോപിയെ സ്വീകരിച്ചില്ലെങ്കിൽ പത്മഭൂഷൺ കിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ആ പത്മഭൂഷൺ അങ്ങനെ സ്വീകരിച്ച് കിട്ടുന്ന പത്മഭൂഷൺ പോലും വേണ്ടെന്ന് ഗോപിയാശൻ ചങ്കൂറ്റത്തോട് കൂടിയിട്ട് തുറന്നു പറയാം. കുറച്ച് ആണുങ്ങളെ, കുറച്ച് ചങ്കൂറ്റമുള്ള തൻ്റെടമുള്ള ആണായിട്ട് പറഞ്ഞ ആളുകളും നമ്മുടെ ഭൂമിയിൽ ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, വളരെ മനോഹരം എന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രത്തോളം രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഫാദർ ലിജോ ചാലിശ്ശേരി ആവട്ടെ, ഗോപി ആശാൻ ആവട്ടെ, ഇവരൊക്കെ എന്താ പറയാ, ഇവരൊക്കെ ഒരു മലയാള മണ്ണിന്റെ അഭിമാനം, അല്ലെങ്കിൽ ഈ ഒരു ആണത്തം, ചങ്കൂറ്റം തുറന്നടിച്ച് കാണിക്കാനുള്ള ഒരു എന്താ പറയാ, എനിക്ക് എന്ത് പറഞ്ഞാലും മതി വരാത്തൊരവസ്ഥയാണ് ഈ ഇത്തരം ആളുകളെ കുറിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ ഒരു ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ഭൂമി വളരെ മനോഹരമായിട്ട് ഇനിയും ഏറെക്കാലം നിലനിൽക്കുള്ളൂ. കാരണം സംഘപരിവാറിനെ പോലെ വിദ്വേഷം ഉണ്ടാക്കുന്ന, അന്യമത വിദ്വേഷം പടർത്തുന്ന, നാട്ടിലെ അക്രമം ഉണ്ടാക്കുന്ന, ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മാത്രം വോട്ട് തെണ്ടാൻ ഇറങ്ങുന്ന അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ഈ ഭൂമിക്ക് യാതൊരു ഗുണവുമില്ല, നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തിരിച്ചറിയുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളം ഇപ്പോഴും വളരെ സമാധാനത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നത്. ലിജോ ചാലിശ്ശേരിയെ പോലെ, ഗോപി ആശാനെ പോലെ നിങ്ങൾ ഓരോരുത്തരും ചങ്കൂറ്റം കാണിക്കണം. വോട്ട് തണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സംഘപരിവാറുകാരനോട് നിങ്ങൾ ചങ്കൂറ്റത്തോടു കൂടി ചോദിക്കണം, നിങ്ങൾ ഈ നാടിന് ചെയ്ത നന്മ എന്താണെന്ന്.
പ്രളയകാലത്ത് കേരളത്തിന് തന്നിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് പോലും പണം എണ്ണി വാങ്ങുന്ന സമയത്ത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ച സമയത്ത് സംഘികളായിട്ടുള്ള ആളുകൾ അതിന് ചോട്ടിൽ കേരളത്തിനെതിരെ വന്ന് കമന്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. കേരളത്തിലുള്ള ആളുകളെ കുറ്റം പറഞ്ഞ ആളുകളാണ്. കേരളത്തിന് കേന്ദ്രവിഹിതം ഇപ്പോ റേഷൻ അടക്കം വെട്ടിച്ചുരുക്കിയ സമയത്ത് അതിനെതിരെ സംസാരിക്കുമ്പോൾ അതിനെയും ന്യായീകരിച്ച് വരുന്ന ആളുകളാണ് ഈ സംഘപരിവാർ അല്ലെങ്കിൽ സംഘികൾ എന്ന് പറയുന്ന ആളുകൾ. നിങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തത് ഈ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നായി കഴിഞ്ഞാലും എന്തെങ്കിലും രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ഇവർ ചെയ്തതായിട്ട് പറയാൻ കഴിയില്ല. പിന്നെ ഇവർക്ക് ആകെ പറയാനുള്ളത് വർഗീയതയും അന്യമത വിദ്വേഷവും മറ്റുള്ളവന്റെ കുറ്റവും കുറവും ഇവിടുത്തെ സർക്കാരിനൊക്കെ കുറ്റം പറയുന്ന ആളുകൾ കേന്ദ്ര സർക്കാർ ചെയ്തൊക്കെ നല്ലത് എന്ന് പറയുന്ന ആളുകളാണ്. പെട്രോളിന് വില കൂട്ടിയതും ഗ്യാസിന് വില കൂട്ടിയതും ഒക്കെ നല്ലത്, എല്ലാം നല്ലത്. അവരെന്ത് ചെയ്താലും മണിപ്പൂർ വിഷയമാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമേ അല്ല, അതൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനെതിരെ ഒന്നും ഒരു പ്രതികരണം ഈ പറയുന്ന സംഘപരിവാറിന്റെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സംഭവം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ BJPക്ക് വേണ്ടിയിട്ട് വോട്ട് തേണ്ടി വരുന്ന സുരേഷ് ഗോപിയെ ജനങ്ങൾ ആട്ടി ഓടിക്കുന്ന ഒരു കാഴ്ച നിരന്തരമായിട്ട് എല്ലാ സ്ഥലത്തു നിന്ന് കൊച്ചുകുട്ടികൾ, ഇന്നാളെ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് പോയിട്ട് കൊഞ്ചിക്കാൻ പോയ സമയത്ത് ആ കുട്ടി വരെ ആട്ടി വിടുന്ന ഒരു കാഴ്ച കാണാനിടയായി. അത്തരത്തിൽ എന്താ പറയാ, തിരസ്കരിക്കപ്പെടുകയാണ് ജനങ്ങളാൽ. ആ ഒരു കലാകാരൻ എന്നുള്ള ഒരു ബഹുമാനം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. ശരിക്കും അത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ ഒരു വർഗീയ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നിരുന്നെങ്കിൽ ഹൃദയപൂർവ്വം സ്വീകരിക്കപ്പെടുമായിരുന്നു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയോടോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മതത്തിനോടോ അദ്ദേഹത്തിന്റെ മറ്റുള്ള കാര്യങ്ങളോടോ അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളോടോ ആചാരങ്ങളോടോ ഒന്നും ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം അത് പ്രശ്നം തന്നെയാണ്. അത് ഈ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും കൊണ്ടുവന്നിട്ടില്ല. അത് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാത്ത ആളുകളാണ്. അതേസമയത്ത് ഉപദ്രവങ്ങളാണെന്നുണ്ടെങ്കിൽ നൂറുകണക്കിന് എണ്ണിയാൽ തീരാത്തത്ര, പറഞ്ഞാൽ തീരാത്തത്ര, ഈ 10 വർഷം കൊണ്ട് അവർ ചെയ്തു കൂട്ടിയത് 20 വർഷം പറഞ്ഞാലും തീരാത്തത്രയും വലിയ തെണ്ടിത്തരങ്ങളാണ്. ഇലക്ട്രൽ ബോണ്ട് അടക്കം അവസാനം പുറത്തു വന്നിട്ടില്ല. അതായത് ഈ ബാങ്കിലൂടെ നടത്തിയിട്ടുള്ള അഴിമതി ഇത്രത്തോളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലാതെ അവർ നടത്തിയിട്ടുള്ളതിന്റെ കണക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ തലകറങ്ങി വീണുപോകും. അത്രത്തോളം വലിയ അഴിമതി നടത്തിയിട്ടുള്ള കൂട്ടരാണ്, അത്രത്തോളം വലിയ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ മണിപ്പൂരിലെ തീ അടങ്ങിയിട്ടില്ല, മണിപ്പൂരിലെ കണ്ണുനീര് ഇറങ്ങിയിട്ടില്ല, മണിപ്പൂരിലെ നഷ്ടപ്പെട്ട ആളുകൾക്കൊന്നും ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, താമസിക്കുന്ന വീട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുടുംബത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ജനതയെ മുഴുവൻ മതത്തിന്റെ പേരിൽ അവിടെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പാസ്റ്റർമാരെയൊക്കെ ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ തോളിൽ ഷാളും ഇട്ട് ഇളിച്ച മുഖത്തോട് കൂടിയിട്ട് പള്ളിമേടയിൽ കൊണ്ടുവന്നിട്ട് സ്വർണ്ണക്കുരിശും സ്വർണ്ണക്കിരീടവും എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവർക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന വികാരികളെയും അവർക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന ലീല മുക്രിമാരെയും മൊല്ലാക്കമാരെയും ഒക്കെ കാണുന്ന സമയത്ത് ലജ്ജ തോന്നുകയാണ്. ലജ്ജ. നിങ്ങളൊക്കെ ഈ പറഞ്ഞ ഗോപി ആശാനെയും അതുപോലെ തന്നെ ഫാദർ ലിജോ ചാലിശ്ശേരിയെയും പോലുള്ള നട്ടലുള്ള ആണുങ്ങളെ കണ്ട് പഠിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ യാതൊരു വിദ്വേഷമില്ല വ്യക്തിപരമായിട്ട്. പക്ഷെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നമ്മൾ ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന കത്തിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.